കൂട്ടുകാരി സ്റ്റോറീസ്. ഇപ്പോൾ ഓണത്തിന്റെ അടുത്ത ഐറ്റമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂട്ടുകറി. അപ്പോൾ നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആദ്യം നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാനിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട്, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മുളകിട്ട് നമ്മൾ കൂട്ടുകറിക്ക് വേണ്ടി അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും അതിലേക്ക് ഇടാം. ഞാനിവിടെ എടുത്തത് കായും ചേനയായിരുന്നു. ചേന ചെറിയ ചെറിയ ക്യൂബ്സിന്റെ ഷേപ്പിലായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടു. അതൊന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞ ശേഷം വേവിച്ച കടല അതിലേക്ക് ഇട്ടു. ചേനയും കായും വേവാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചു. നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താലോ? മഞ്ഞൾപ്പൊടി ഞാനാട്ടോ, അതുകൊണ്ട് റെസിപ്പി മൊത്തം എൻ്റെ പേരിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. കറിക്ക് രുചി കൊണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റ് വേണം, അതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് ഉപ്പിടാം. നമുക്ക് ഇതിലേക്ക് വെള്ളം വയ്ക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇടാം. കുറച്ചുകൂടെ അപ്പോ ഇനി കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ. ഈ കൂട്ടുകറി എങ്ങനെ ഉണ്ടാകുന്നറിയാം? പണ്ട് ഒരു ഓണക്കാലത്ത് ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാട്ടിൽ കുറേ ആൾക്കാർ നിർത്തുള്ളൂ. ഒരു മുത്തശ്ശി ഉണ്ട് അവിടെ സദ്യ ഉണ്ടാക്കുന്നത്. ഈ മുത്തശ്ശി പറഞ്ഞു ആ കുട്ടികളൊക്കെ ഓരോരോ പച്ചക്കറികളൊക്കെ ഉണ്ട്. ഒരാൾ ചേന ഉണ്ടാകുന്നുണ്ട്, ഒരാൾ കടല ഉണ്ടാകുന്നുണ്ട്, ഓരോ പച്ചക്കറികളൊക്കെ കൊണ്ടാകുന്നു. എന്നിട്ട് മുത്തശ്ശി എന്ത് ചെയ്തു? വീട്ടിൽ കുറേ പച്ചക്കറികൾ കൊണ്ടുവന്നു. ഇതെല്ലാം കൂട്ടി ചേർത്തുകൊണ്ട് ഒരു കറി ഉണ്ടായി. ഇവരങ്ങനെ ഒരു ഇത് വെക്കണമല്ലോ, ഇങ്ങോട്ടും ഇത് ഒരു കൂട്ടായ്മയുടെ ഒരു സാധനം വെച്ചാൽ മതി. ഇവർ കൊണ്ടുവന്ന പച്ചക്കറി മാത്രം, ഇവർ കൊണ്ടുവന്ന സാധനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കറി ഉണ്ടായി. മുത്തശ്ശിനോട് ഒരാൾ ചോദിച്ചു എന്താണ് കറി? മുത്തശ്ശി പറഞ്ഞു കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടത്തോടെ ആൾക്കാർ കൊണ്ടുവന്ന സാധനമാണ്, കുറെ കൂട്ടുകാർ കൊണ്ടുവന്ന സാധനം. അതുകൊണ്ട് നമുക്ക് കൂട്ടുകറി കൊടുക്കണം. തേങ്ങയും ജീരകവും കൂടെ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മിക്സ് ഇത് എന്തൊക്കെയാണ്? തേങ്ങ മാത്രം. തേങ്ങ മാത്രമേ ചുമ്മാ വറുത്തതാ. തേങ്ങ ചുമ്മാ വറുത്തിട്ട് തേങ്ങ വെറുതെ വറുത്തതാ. തേങ്ങ വെറുതെ വറുത്തു. ഓക്കെ, നല്ലോണം ഫുൾ ചേർക്ക്. ഇളക്കി കൊടുക്കും. ഇളക്കിയിട്ട് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാം സൈഡിലെത്തുന്ന പോലെ. ഇങ്ങനെ ഉണ്ടെന്ന് പറ. അപ്പോൾ ഞങ്ങൾ ഈ കൂട്ടുകാരി കൂട്ടി നല്ലൊരു സദ്യ വയ്ക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.